സന്തോഷിക്കും സമാധാനത്തിനും അള്ളാഹുവായി പ്രാർത്ഥിക്കും. ദൈവങ്ങളെ സമുദായത്തിൽ എല്ലാവരും ഒരു ഇതേവരേക്കും കേൾക്കാത്ത ഖലീൽ ബുഖാരി തങ്ങൾ എന്ന് പറയുന്ന ഒരു കണ്ടാൽ പേടിയാകുന്ന ഒരു ജന്മം. ഇതിനെ കണ്ടാൽ തന്നെ പേടിയാവുന്നില്ലേ? ഇതിനെയൊക്കെ അതായത് ഇതൊക്കെ മതമേലധ്യക്ഷൻ എന്ന് പറയുന്ന സ്ഥാനത്തിരിക്കുന്ന ഒരു സംഭവമാണിത്. ഈ സംഭവത്തിനെ തന്നെ ഇതിന്റെ തലപ്പാവും ഇതിന്റെ ഊശാന്താടിയും എല്ലാം കൂടെ കാണുമ്പോഴേ നമുക്ക് ഭയം വരും, പേടി വരും. ഒരു മനുഷ്യനായിട്ട് അല്ല ഇതിനെ കാണാൻ പറ്റുന്നത്. മനസ്സിലായോ? ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്ത്? മാറാട് കലാപം വീണ്ടും പറഞ്ഞ് മനുഷ്യ മനസ്സ് വേദനിപ്പിക്കരുതെന്ന്. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളിൽ ചിലരെങ്കിലും ചോദിച്ചേക്കാം, എന്തിനാണ് ഭായ് ഇവർക്കൊക്കെ മറുപടി കൊടുക്കുന്നത്? ഇങ്ങനെയുള്ള ആളുകൾക്ക് മറുപടി കൊടുത്ത് ഇവരെയൊക്കെ പോപ്പുലർ ആക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചേക്കാം. ശരിയാണ്, ഇങ്ങനെയുള്ള ആളുകൾക്ക് മറുപടി കൊടുക്കുന്നത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മൾ അവർക്കൊരു പബ്ലിസിറ്റി കൊടുക്കുന്നതിന് സമാനമാണ്. പക്ഷേ മുസ്ലിം സമുദായത്തിൻ്റെ ആത്മീയ നേതൃത്വങ്ങളെ മഹാപണ്ഡിതന്മാരെ കേട്ടാൽ അറയ്ക്കുന്ന വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ആക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് അതേ നാണയത്തിൽ തന്നെ മറുപടി കൊടുക്കുന്നതിന് പകരം നമ്മുടെ ആത്മീയ നേതൃത്വങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന നന്മകളെ ഉയർത്തിക്കാട്ടി ഇത്തരം മനോഭാവമുള്ളവരുടെ തിന്മകളുടെ പ്രതിരൂപങ്ങളായ ഈ മനുഷ്യരെ തിരുത്തുക എന്ന് പറയുന്നത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്, ബാധ്യതയാണ്. ആ അർത്ഥത്തിലുള്ള ഒരു പ്രതികരണമായി മാത്രം നിങ്ങളിതിനെ കണ്ടാൽ മതി. കേവലം രാഷ്ട്രീയ താല്പര്യങ്ങൾക്കോ നേട്ടങ്ങൾക്കോ വേണ്ടി മാറാട് കലാപത്തെക്കുറിച്ചുള്ള ചർച്ചകൾ CPM ഉയർത്തിക്കൊണ്ടുവന്ന സമയത്ത് അതിനെക്കുറിച്ച് ഖലീൽ തങ്ങൾ നടത്തിയ ഒരു പ്രതികരണമാണ് ഈ സ്ത്രീയെ ചൊടിപ്പിച്ചത്. നമുക്കറിയാം, മനുഷ്യർക്കൊപ്പം എന്ന മഹത്തായ ഒരു പ്രമേയം ഉയർത്തി കാന്തപുരം ഉസ്താദ് നയിക്കുന്ന കേരള യാത്രയിൽ ഉസ്താദിൻ്റെ വലം കൈയായി കൂടെ നിൽക്കുന്നയാളാണ് ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങൾ. അതുകൊണ്ട് തന്നെ മനുഷ്യർക്കൊപ്പം നിൽക്കുന്ന ഒരു നേതാവിന്, ഒരു പണ്ഡിതന് എങ്ങനെയാണ് കഴിഞ്ഞുപോയ ഒരു കലാപത്തിൻ്റെ ഓർമ്മകളെ വീണ്ടും ഊതി ഊതി പുകയ്ക്കാൻ കഴിയുന്നത്? അവിടെ സ്നേഹത്തിൻ്റെ ഭാഷകളല്ലാതെ മറ്റെന്താണ് അദ്ദേഹത്തിന് പറയാൻ കഴിയുക? കഴിഞ്ഞുപോയ കലാപത്തിൻ്റെ ഓർമ്മകളിൽ നിന്നും ജനങ്ങൾ പുറത്തു വരണമെന്നും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞെന്നും ഇനിയെങ്കിലും എല്ലാവരും സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും പ്രത്യേകിച്ച് മനുഷ്യരോടൊപ്പം ചേർന്ന് നിൽക്കണമെന്നൊക്കെ അല്ലാതെ പിന്നെ എന്താണ് അദ്ദേഹം പറയേണ്ടത്? ഖലീൽ തങ്ങളെ ആക്ഷേപിച്ച് സംസാരിച്ച ആ സ്ത്രീ ഒരു തീവ്ര ഹിന്ദുത്വവാദിയാണ്. ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളെ ആകെ ഉന്മൂലനം ചെയ്യണമെന്നോ നാട് കടത്തണമെന്നോ ഒക്കെ ആഗ്രഹം പലപ്പോഴും പ്രകടിപ്പിച്ചിട്ടുള്ള ഒരു സ്ത്രീയാണ്. അങ്ങനെയുള്ളൊരു സ്ത്രീക്ക്, ഒരു തീവ്ര ഹിന്ദുത്വവാദിക്ക് ഒന്നുകിൽ നാട്ടിൽ കലാപം ഉണ്ടാകണം, അല്ലെങ്കിൽ കഴിഞ്ഞുപോയ കലാപത്തിൻ്റെ രക്തരൂക്ഷിതമായ ഓർമ്മകളെ ജനങ്ങൾക്കിടയിലേക്ക് ഇളക്കിവിട്ട് വൈരം വളർത്തി അവരുടെ അജണ്ട നടപ്പിലാക്കണം. അതിനുവേണ്ടി UK ഏതോ ഒരു ഹുദാമിലിരുന്ന് ഇൻ്റർനെറ്റിൻ്റെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി അവരാൽ കഴിയുന്ന പണികൾ എടുക്കുകയാണ്. ഖലീൽ തങ്ങൾക്കെതിരെ ഇവർ നടത്തിയ മോശമായ പ്രതികരണത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത്, കാന്തപുരം ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ ഖലീൽ തങ്ങളും പേരോട് ഉസ്താദുമൊക്കെ നയിക്കുന്ന കേരള യാത്ര അതിൻ്റെ ശരിയായ സഞ്ചാര പദത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നതിനെ തെളിയിക്കുന്നതാണ്. അതിൻ്റെ കാരണം ഏകദേശം 1.5 വർഷങ്ങൾക്ക് മുമ്പ് കർണാടകയിൽ ഉണ്ടായ മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ മലയാളിയായ ലോറി ഡ്രൈവർ അർജുനെ കാണാതായതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ കൊടുമ്പിരി കൊണ്ട സമയത്ത് ലോറി ഉടമ മനാഫ് ഒരു മുസ്ലിം ആയതുകൊണ്ട് അന്ന് മനാഫിനെതിരെ സോഷ്യൽ മീഡിയയിലൂടെ വ്യാപകമായി വിദ്വേഷ പ്രചരണങ്ങൾ നടത്തിയ സ്ത്രീയാണിവർ. പിന്നീട് എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചുകൊണ്ട് ലോകത്താകമാനമുള്ള മലയാളികളുടെ നോവായി അർജുൻ മാറിയപ്പോൾ ഖലീൽ തങ്ങൾ അർജുൻ്റെ വീട് സന്ദർശിച്ചിരുന്നു. അന്ന് ധാരാളം ആളുകൾ, പല നേതാക്കളും അർജുൻ്റെ വീട് സന്ദർശിച്ചെങ്കിലും ഏറ്റവും ഹൃദയസ്പർശിയായി തോന്നിയ ഒരു ചിത്രമായിരുന്നു, ഒരു വീഡിയോ ആയിരുന്നു ഖലീൽ തങ്ങളുടെ ആ സന്ദർശനം. ഇനി ഒരിക്കലും തിരിച്ചു വരാത്തൊരു ലോകത്തേക്ക് യാത്ര പോയ അച്ഛനെക്കുറിച്ച് അറിയാതെ തങ്ങളുടെ മടിയിൽ കിടന്ന് മയങ്ങുന്ന അർജുൻ്റെ കുഞ്ഞിൻ്റെ ഈ വീഡിയോ അന്ന് സോഷ്യൽ മീഡിയയിലൂടെ കണ്ടപ്പോൾ അതിന് താഴെ ഒരാൾ കുറിച്ച കമൻറ്റ് ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. ആ ഉസ്താദിൻ്റെ കയ്യിൽ അർജുൻ്റെ കുഞ്ഞ് ഏറ്റവും ശാന്തമായി കാണപ്പെടുന്നു. ജീവിതത്തിലുടനീളം അവൻ ആ ശാന്തതയും സമാധാനവും കൈവരിക്കാൻ സാധിക്കട്ടെ. നോക്കൂ, മനുഷ്യർക്കൊപ്പമാണ് ഞങ്ങളെന്ന് എത്രയോ പ്രവർത്തനങ്ങളിലൂടെ തെളിയിച്ചവരാണ്. അതൊരു മാതൃകയായി ഈ സമൂഹത്തിന് മുന്നിൽ ഉയർത്തിക്കാട്ടിയവരാണ് ഞങ്ങളുടെ ആത്മീയ നേതൃത്വം. വധശിക്ഷ നടപ്പിലാക്കാൻ മണിക്കൂറുകൾ മാത്രമുള്ളപ്പോഴാണ് യമനിലെ നിമിഷ പ്രിയയ്ക്ക് വേണ്ടി കാന്തപുരം ഉസ്താദ് ഇടപെട്ടത്. നമ്മുടെ രാജ്യത്തിന് നയതന്ത്ര ബന്ധം പോലും സാധ്യമാവാത്തൊരു രാജ്യത്ത് യമനിലെ പണ്ഡിതന്മാരുമായുള്ള വ്യക്തിപരമായ സൗഹൃദങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അന്ന് നിമിഷപ്രിയയ്ക്ക് വേണ്ടി കാന്തപുരം ഉസ്താദ് ഇടപെട്ടത്. ഉസ്താദിൻ്റെ സമയോചിതമായ ആ ഇടപെടലോടെയാണ് ഏത് നിമിഷവും കൊല്ലപ്പെട്ടേക്കാമായിരുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിച്ചതും ഇപ്പോഴും നിമിഷപ്രിയ ജീവിച്ചിരിക്കുന്നതും. ഇത്തരത്തിൽ മനുഷ്യർക്കൊപ്പമാണ് ഞങ്ങളെന്ന് അനവധി സംഭവങ്ങളിലൂടെ തെളിയിച്ചവരാണ്, ജീവിതത്തിൽ കാണിച്ചു തന്നവരാണ് ഞങ്ങളുടെ ആത്മീയ നേതൃത്വം. അതുകൊണ്ട് തന്നെ ഈ വർത്തമാനകാല ഇന്ത്യയിൽ മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മനുഷ്യ മനസ്സുകളിലൂടെ യാത്ര ചെയ്യാൻ കാന്തപുരം ഉസ്താദിനും ഖലീൽ തങ്ങൾക്കുമൊക്കെ അല്ലാതെ മറ്റാർക്കാണ് സാധിക്കുക? അതുകൊണ്ട് ഞങ്ങളുടെ ആത്മീയ നേതൃത്വങ്ങളെ ആക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പറയുന്നതിനൊക്കെ അതേ തൂക്കത്തിലും അതേ രൂപത്തിലും അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കാനോ പറയാനോ കഴിവില്ലാത്തവരല്ല ഞങ്ങൾ. അതിന് ഞങ്ങളുടെ സംസ്കാരം അനുവദിക്കാത്തത് കൊണ്ടാണ്. വിമർശകരായാലും ശത്രുക്കളായാലും എല്ലാവരോടും മാന്യമായി സംവദിക്കാനും
സഭ്യമായ രീതിയിൽ ഇടപഴകാനുമാണ് ഞങ്ങളുടെ ആത്മീയ നേതൃത്വം ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പരിഹാസവും അധിക്ഷേപവും മാത്രം കൈമുതലാക്കിയ നിങ്ങൾക്ക് ഞങ്ങളുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായി നിങ്ങൾക്ക് മാന്യമായ ഭാഷയിൽ ഞങ്ങൾ മറുപടി തരുമ്പോൾ നിങ്ങൾ അതിനെ ഞങ്ങളുടെ കഴിവുകേടായി അല്ലെങ്കിൽ ബലഹീനതയായി കാണരുതെന്ന് മാത്രം നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു.